ഹലോ മുരേ ചാനലിലേക്ക് ഇവിടെ പറയാൻ വരുന്ന വിഷയം സ്കിപ്പ് ചെയ്യാതെ കാണുക, വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. കാരണം ഒരുപാട് അക്യുപഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടും മതപരമായിട്ടും ഒക്കെ ഉള്ള ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അതങ്ങനെ സഹകരിക്കുക. പിന്നെ ഇപ്പോൾ പറയാൻ വരുന്നത്, നമുക്ക് ഒരുപാട് മനുഷ്യർക്ക് ഈ ബട്ടക്സ് വേദന, നടുവേദന, ഇങ്ങനെയൊക്കെയുള്ളൊരു അസുഖങ്ങളുണ്ട്. ഒരുപാട് ആളുകൾക്കുണ്ട്. നമ്മൾ ഒരുപാട് പേരെ നമ്മളെ സമീപിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരുപാട് ചികിത്സകൾ വർഷങ്ങളോളം ചെയ്ത്, അത് പല രീതിയിലുള്ള ചികിത്സകളും ചെയ്ത് കുറയുന്നവരുണ്ട്, എന്നാൽ കുറയാത്തവർ ഒരുപാട് പേരുണ്ട്, മാറ്റമില്ലാതെ നിലനിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇതിനകത്ത് അക്യുപഞ്ചർ ചികിത്സ വളരെ ഒരു ഉപകാരപ്രദമാണ്, ഗുണപ്രദമാണ്. ഒരുപാട് പേർക്ക് അത് മാറ്റങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ അത് അപൂർവമായിട്ട് മാറാത്ത സംഗതികളും ഉണ്ട്. അത് ഒരു മനുഷ്യരുടെ അവസ്ഥയാണ്. ഏതായിരുന്നാലും എല്ലാത്തിനും അങ്ങനെ ഉണ്ടല്ലോ. ഏതായിരുന്നാലും അത് പെട്ടെന്ന് ഈ അക്യുപഞ്ചർ എന്ന് പറയുമ്പോൾ അത് എടുത്ത് പറയാൻ കാരണം, നമുക്ക് ഒരുപാട് സാമ്പത്തിക ചെലവില്ല. അതുപോലെ തന്നെ ഒരുപാട് ശരീരത്തിന് സൈഡ് എഫക്റ്റ് ഉള്ള മെഡിസിനുകൾ ഒന്നും തന്നെ ഇല്ല. അതിപ്പോൾ ഇനി മാറിയാലും മാറിയില്ലേലും ഈ അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത് നമുക്കൊരു കാരണവശാലും സൈഡ് എഫക്റ്റ് ഇല്ല, ഒരു ശരീരത്തിന് ദോഷമില്ല, ഒന്നുമില്ല. ഇനി ഒരു രോഗമില്ലാത്ത ആൾക്ക് ചെയ്താലും ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ദോഷവും സംഭവിക്കാറില്ല. അതുകൊണ്ട് ഒരുപാട് പേര് അക്യുപഞ്ചർ ചികിത്സ തേടുന്നുണ്ട്, അത് ഉപകാരപ്രദമാകുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനൊന്നിനും പറ്റാത്ത ആൾക്കാരുണ്ട്. ഇത് ഒരുപാട് ചികിത്സ ചെയ്ത് അലോപ്പതിയും ആയുർവേദവും അതുപോലെ തന്നെ ഹോമിയോ, യുനാനി, ഇങ്ങനെയൊക്കെയുള്ള പല ചികിത്സകളും ചെയ്തിട്ടും അവസാനം അടുത്ത് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. ഒരുപാട് പച്ചമരുന്നുകൾ ഫലപ്രദമായിട്ടുണ്ട്. ഇന്നുള്ള തലമുറയ്ക്കൊന്നും അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പണ്ടുള്ളവരൊക്കെ ഏതൊരു അസുഖം വന്നു കഴിഞ്ഞാലും അവർ ഈ പച്ചമരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് മാറാറുണ്ട്. അപ്പോൾ എൻ്റെ മാതാവ് അതിൻ്റെ ഒരാളായിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അസുഖമൊക്കെ വരുമ്പം ഒരു കാരണവശാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല. ഒരു പച്ചമരുന്നുകൾ അതിന് ആവശ്യമായത് എടുത്തുകൊണ്ട് വന്ന് അവർ ചെയ്യുമായിരുന്നു. എൻ്റെ വീട്ടിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും കാണാറില്ല. അവരുടെ കാലശേഷം അതൊക്കെ പോയി, എല്ലാം പോയൊരവസ്ഥയായി. എങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നുള്ള അറിവ് വെച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അക്യുപഞ്ചർ പോലും ചെയ്യാതെ തന്നെ ഒരു അക്യുപഞ്ചറിസ്റ്റ് ആയ ഞാൻ അക്യുപഞ്ചർ പോലും ചെയ്യാതെ തന്നെ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇല നിങ്ങൾക്ക് പരിചയം കാണും. ഇതാണ്, ഇത് കരിനച്ചി ഇല എന്ന് പറയും. കരിനച്ചി ഇല ഇത് മിക്കവാറും ഉള്ളിടത്തൊക്കെ ഉണ്ട്. ഉള്ളിടത്തുനിന്നത് നിങ്ങൾ സംഘടിപ്പിക്കുക. സാധനം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ കരിനച്ചി ഇലയാണ്. ഇത് എടുത്തിട്ട് ഇത് രണ്ട് രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വെള്ളം തിളപ്പിച്ചിട്ട് നടുവിനൊക്കെ അതിൻ്റെ ആ ഇലയോടുകൂടി ചെറു ചൂടോടുകൂടി വാരി പിടിക്കുന്നുണ്ട്. ഒരു ദിവസം 2 പ്രാവശ്യമൊക്കെ രാവിലെയും രാത്രിയൊക്കെ അത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ പച്ചയ്ക്ക് തന്നെ അരിയുമായിട്ട് കുത്തരിയായിട്ട് ഇല ഇട്ട് ഇടിച്ച് പുട്ട് പുഴുങ്ങി തിന്നുന്നുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഇനി അതും അല്ലെങ്കിൽ മറ്റൊരു സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇല നിങ്ങൾ കുറച്ച് സംഘടിപ്പിച്ചിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. നന്നായിട്ട് ഉണക്കിയെടുത്തിട്ട് അത് ഈ നിലയ്ക്ക് പൊടിച്ചെടുക്കുക. കണക്ക് ഉണക്കിയിട്ട് പൊടിച്ചങ്ങ് വെക്കുക. നല്ലപോലെ ഉണങ്ങണം. ഉണക്കി പൊടിച്ചാൽ ആ മണം തന്നെ ഭയങ്കരമാണ്, സൂപ്പർ മണമാണ്. അപ്പൊ ഈ സംഗതി ഇങ്ങനെ ഇലയെടുത്ത് പൊടിച്ച്, മനസ്സിലായി കാണുമല്ലോ, പൊടിച്ച് സൂക്ഷിച്ചാൽ നമുക്കത് ഒരുപാട് നാൾ സൂക്ഷിക്കാൻ പറ്റും. അത് നല്ല രീതിയിൽ ഉണക്കി പൊടിച്ചു വെച്ചാൽ ഒരുപാട് നാൾ ഇരിക്കും. അത് സൂക്ഷിച്ചു വെക്കുക. ഇനി ഇതിനെ എടുത്തിട്ട് അരിമാവെടുത്ത് അതിൽ കുറച്ച് മിക്സ് ചെയ്ത്, ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് അത് പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് പുട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അല്പം കരിപ്പോട്ടിയൊക്കെ അതിനകത്തിട്ട് കഴിക്കാവുന്നതാണ്. ഷുഗർ ഉള്ളവരാണെങ്കിൽ കരിപ്പോട്ടി ഒഴിവാക്കുക. അപ്പൊ ഇത് വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. ഇത് ഇന്ന് അധികം ആർക്കും അറിയില്ല. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണമുണ്ടാകും. ഇനി 1-2 ദിവസം ഇതൊക്കെ ചെയ്തിട്ട് ഇത് മാറുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കരുത്. അത് സ്ഥിരമായിട്ടിടയ്ക്ക് ഇങ്ങനെ ചെയ്യുക. എന്ന് വരെയാണോ വേദന കുറയുന്നത് അന്ന് വരെയും ചെയ്യുക. അക്യുപഞ്ചർ ചികിത്സയും അങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ വേദനയ്ക്ക് ശമനം എത്തുന്നിടം വരെ അക്യുപഞ്ചർ ചികിത്സ ചെയ്യുക. അതാണ് അതും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഒട്ടും ചെലവില്ല. അക്യുപഞ്ചർ ചികിത്സയായിട്ട് വലിയ ചെലവില്ല, വലിയ സൈഡ് എഫക്റ്റ് ഇല്ല, പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെ ഈ സാധനം എന്ന് വെച്ചാൽ ഒരു ചെലവുമില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുക. ഇത് ഒരു ഗുണമല്ല, ഒരുപാട് ഗുണം ശരീരത്തിനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുക. ചെയ്തിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലൊക്കെ എത്തിച്ചു കൊടുക്കുക. നന്മയുള്ള കാര്യങ്ങൾ, അതും ഒരു നന്മ തന്നെയാണ്. ശരി, അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.